യഥാർത്ഥത്തിൽ ഈ ഓടിയിട്ടൊക്കെ നമുക്ക് കിട്ടിയത് ഈ 6 അടി മണ്ണല്ലേ, അതിന്റെ അപ്പുറത്തേക്ക് ആരാ കൊണ്ടുപോയത്? ആരും കൊണ്ടുപോയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് ചിന്തിച്ചുകൂടെ? എന്താ ചിന്തിക്കേണ്ടത്? ഏതായാലും ഒരു ദിവസം ഈ ലോകത്തിന്റെ ഈ തീർത്ഥാടനത്തിന് അവസാനം കുറിച്ച് ഞാൻ ഏറ്റവും അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 6 അടി മണ്ണ് മാത്രമാണ് എനിക്ക് സ്വന്തമുള്ളതെങ്കിൽ എന്റെ അവസാനത്തെ മരണ ദിവസം ഏറ്റവും മനോഹരമാക്കണമെന്ന് എനിക്ക് ചിന്തിച്ചുകൂടെ? അതാണല്ലോ ഒരു മനുഷ്യ ജീവിതത്തിന്റെ അവസാനത്തെ തെളിവെങ്കിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ യഥാർത്ഥത്തിൽ അസ്റായീൽ എത്ര പേടിക്കേണ്ട ആളൊന്നുമല്ല. എല്ലാവരും മരണദൂതനെ പറഞ്ഞ് പേടിക്കാറുണ്ട്. പക്ഷേ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന നേരം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വന്നപ്പോ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഉറക്കെ പറഞ്ഞു, ഹബീബുന ജാഇലാ ഫാഖാ, ഞാൻ ഇതേവരെ കാണാൻ ആഗ്രഹിച്ച എന്റെ കൂട്ടുകാരൻ ആരെയാണോ ഒന്ന് കാണാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ കൊതിച്ചിരുന്നത്, ആ കൂട്ടുകാരൻ ഹബീബുന് ജാഇലാ ഫാഖാ. ആ കൂട്ടുകാരൻ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് വന്ന് നിൽക്കുന്നവല്ലോ. ഞാൻ ഇയാളെയാണ് കാണാൻ കൊതിച്ചിരുന്നത്. ഇദ്ദേഹം വരുന്നത് കാത്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഈ അസ്റായീലിനെ കാണുമ്പോ ഹബീബുന് എന്റെ കൂട്ടുകാരനാണ് ജാഇലാ ഫാഖാ, എന്റെ തലയുടെ മുകളിൽ ആ കൂട്ടുകാരൻ വന്നു നിന്നല്ലോ എന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. ഏത് സമയത്ത് വിട പറഞ്ഞാലും ആ സമയത്ത് സന്തോഷത്തോടെ വിട പറയാൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 1-2 മരണങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമതൊരു മൂലി കൂടി പ്രവാചകൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേറെ പ്രാവർത്തികമാക്കാനുള്ളതാ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട പുത്രി ആയിഷ റളിയല്ലാഹു തആല ഉപ്പാന്റെ അടുക്കലേക്ക് വരികയാ. ഉപ്പാന്റെ മരണവേദന കണ്ടിട്ട് ഉപ്പാന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഉപ്പ മരണപ്പെട്ടു പോയാൽ പിന്നെ ഉപ്പാക്ക് പകരം നിങ്ങൾക്ക് ആരാണുള്ളത്? ഉപ്പാക്ക് പകരം മറ്റൊരാളില്ലല്ലോ ഉപ്പാ. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ ആയിഷ, മരണമെത്തിയാൽ അങ്ങനെ പറയണമെന്നല്ലല്ലോ ഖുർആൻ പറഞ്ഞത്. സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. അങ്ങനെയല്ലേ ഖുർആൻ പറഞ്ഞു തന്നത്? നീ ആഗ്രഹിച്ചാടെ ഓടി ഒളിച്ച മരണം നിന്റെ കൺമുമ്പിലെത്തി നിന്നെ ഇതാ മരണം പിടികൂടാൻ പോവുകയാണ്. അങ്ങനെയല്ലേ പറയേണ്ടത് ആയിഷ? ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. വബിയൽ യുസ്തസഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിലി. മരണവെപ്രാളത്തിൽ പടയുന്ന പിതാവിന്റെ ചാരത്ത് തന്നെ പൊട്ടിക്കരന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, ഉപ്പ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പ, നിങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴല്ലേ ആകാശത്ത് നിന്ന് മഴ പെയ്തത്? നിങ്ങൾ അനാഥകളുടെ സംരക്ഷകനായിരുന്നുവല്ലോ, നിങ്ങൾക്ക് പാവങ്ങൾക്ക് ഒരത്താണിയായിരുന്നുവല്ലോ. ഉപ്പാന്റെ ചാരത്ത് നിന്ന് ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയവേ അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ആയിഷ, അതെന്നെ കുറിച്ചല്ല നീ എങ്ങനെ പറയേണ്ടത്. ഫദാക റസൂലുള്ളാഹ്, ഫദാക റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയേണ്ടതാണ് ആയിഷ. അത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചല്ലേ പറയേണ്ടത് എന്ന് പറഞ്ഞു തീരവേ ആയിഷ ബിവിയോട് പറഞ്ഞു, മോളെ, ഉപ്പാടെ മുഖവും ശരീരവും മൂടാൻ ഒരു വെള്ള തുണി എടുത്തു കൊണ്ടുവാ മോളെ. ഇതാണ് മരണമെന്നറിയാണ് മകളോട് വസിയത്ത് ചെയ്ത് മകള് തുണിയെടുക്കാനോട്. ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് മരണത്തിന്റെ വക്കീലാണല്ലോ, രോഗം മൂർച്ഛിച്ചുവല്ലോ,
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വൈദ്യനെ വിളിച്ചു കൊണ്ടുവരട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മറുപടി വന്നു, ഓ വൈദ്യനെ നിങ്ങൾ വിളിക്കണ്ട, വൈദ്യൻ എന്നെ വന്ന് സന്ദർശിച്ചിട്ട് ഇപ്പൊ തിരിച്ചു പോയതേയുള്ളൂ, ഞങ്ങളെ കണ്ടില്ലല്ലോ. ആട്ടെ, പരിശോധിച്ച വൈദ്യൻ എന്നാണ് റിസൾട്ട് പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ മറുപടി, എന്നെ പരിശോധിച്ചിട്ട് വൈദ്യൻ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലുന ലിമാ ഉരീദ്, നീ എന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാ, എന്താണോ എനിക്ക് തോന്നുന്നത് അതുപോലെ നിന്നോട് ഞാൻ പെരുമാറുമെന്ന് ആ സന്ദർശകൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയതെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല വെള്ള തുണിയുമായി വരുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അവസാനത്തെ വിശുദ്ധവാക്യം പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വിട പറയാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എനിക്ക് പറയാനുള്ളത് ഈ ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനല്ല, അവസാനം വിട പറയുന്ന നേരം നല്ലവനായി വിട പറയാ എന്റെ പുതിയ നൂതനദേശം തലമുറയോട് ഞങ്ങൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, പിന്നെയോ അവസാനം വിട പറയുന്ന പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി ജീവിച്ചു മരിച്ചു പോയ ഒരു യഥാർത്ഥ ചെറുപ്പക്കാരനെ പോലെ, ഉമറിനെ പോലെ, ഖാലിദിനെ പോലെ, സൈദിനെ പോലെ, മഹാനായ ഹംസത്തുൽ ഖറാഅ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അവസാനം വിട പറയുന്ന നേരം എന്റെ ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ചതാ, എന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചതാ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ പടച്ചറപ്പിന്റെ തൃപ്തിക്ക് ജീവിച്ചതാ. അവസാനം വിട പറയുന്ന നേരത്ത് നാളെ പരലോകത്ത് കിട്ടുന്ന സ്വർഗത്തിന്റെ ഛായാചിത്രം അവനവന്റെ കൺമുമ്പുകളിൽ തെളിഞ്ഞു കണ്ട് സുന്ദരമായി വിട പറയാ പുതിയ തലമുറയ്ക്ക് കഴിയാതെ പോയാ, ന്യൂ ജനറേഷന് കഴിയാതെ പോയാ, നമ്മുടെ ലോകമെന്ന് പേരിട്ട് കൊടുത്തൊരു പേരാണ് ജൂനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ. ആരാണ് ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാരെന്നറിയോ? അണുകുടുംബത്തിൽ ജനിച്ചിട്ട് ആധുനിക രാസവള നിർമ്മാണശാലയിൽ ഉപോൽപ്പന്നം പോലെ കെൻഡക്കി, KFCയും ബർഗറും പിസയും മാത്രം തിന്നു പഠിച്ച, രാവിലെ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കുന്ന, വൈകുന്നേരം ആരാണ്ട് മടിക്കുറ്റിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തുള്ള 140 രാട്ടത്തിലേറൊക്കെ പെണ്ണ് തുണിയുരിഞ്ഞാടിയാലും കൈവെള്ളയിൽ നിൽക്കുന്ന www.com-ലൂടെ ലോകത്തുള്ള പെണ്ണിന്റെ അനാവശ്യം മുഴുവനും ആസ്വദിക്കുന്ന, പാതിരാത്രി പകലാക്കി മാറ്റുന്ന, അവസാനം ആസ്വദിച്ച് തളർന്നു കഴിയുമ്പോ മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തലതേത്ത് വെച്ച് മയങ്ങുന്ന, വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഇതേവരെ വർഷങ്ങളായി സുബഹിയുടെ ബാങ്ക് കേൾക്കാതെ മധ്യാഹ്നത്തിൽ എഴുന്നേറ്റ് പോകുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, മാറണ്ട മോനെ, നിനക്ക് പ്രണയമെന്ന 3 അക്ഷരത്തെ കാമമെന്ന 2 അക്ഷരത്തോട് ചേർത്ത് പിടിച്ച് എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന, എല്ലാ പെണ്ണിനോടുള്ള അഭിനിവേശം എന്ന് കരുതുന്ന, ജീവിതം മുഴുവനും ഒരു മൊബൈൽ ഫോണുമായി പെണ്ണിന്റെ പുറകെ, മാൾപേടയുടെ പുറകെ സിംഹക്കുട്ടി നടക്കുന്നത് പോലെ നടന്നു പോകുന്ന പുതിയ തലമുറയോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, പൊന്നുമോനെ, നന്നായിട്ട് മരിക്കണ്ട മോനെ, നന്നായിട്ട് വിട പറയേണ്ട കുട്ടിയെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കാണേണ്ട മോനെ, ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ കഴിയണ്ടേ. അങ്ങനെ ബോധത്തിൽ ജീവിച്ചപ്പോഴാണ് മഹാനായ ഖാത്തമുൽ അസ്മർ റളിയല്ലാഹു തആല അൻഹു 30 വർഷക്കാലം നല്ല ഉസ്താദായ സക്കീഖുൽ ബൽഖിയുടെ വീട്ടിൽ പഠിക്കാൻ പോയി. 30 വർഷക്കാലം തന്റെ ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് ആ 30 വർഷക്കാലം നിനക്ക് വെള്ളമൊഴിച്ചിരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മഹാനവറുകൾക്ക് അറിയുമായിരുന്നില്ല. കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയപ്പോ ഹറാമാണെന്ന് കരുതിയിട്ട് പെൺമക്കളുടെ മുഖത്ത് നോക്കാതെ കണ്ണ് താഴോട്ട് ചൊരിച്ചിരുന്ന 30 വർഷമായൊരു വീട്ടിൽ സ്ഥിരമായിട്ട് പോയിട്ട് വെള്ളമൊടിച്ച് തന്നനാണാണോ പെണ്ണാണോ എന്നറിയാതിരുന്ന ഒരു മനുഷ്യജന്മം ഈ ലോകത്തൊക്കെ കടന്നു പോയിട്ടുണ്ട്.
ഒരു ദിവസം ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു തആല വീട്ടിൽ പോകുമ്പോ ഖാതമുൽ അസ്മ ഡ്രസ് മാറിക്കൊണ്ടിരിക്കുകയാ. വാതിലിൽ പോയി മുട്ടി. ഉസ്താദ് പറഞ്ഞു, പെമ്മക്കളോട് ആരാണ് വാതിലെന്ന് നോക്കുക. വാതിലിൽ ചെന്ന് നോക്കുമ്പോ മഹാനായ ഖാതമുൽ അസ്മ റളിയല്ലാഹു തആല കണ്ണിങ്ങനെ താഴോട്ട് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. പെമ്മക്കളോട് ചെന്ന് വാപ്പായോട് പറഞ്ഞ വാക്ക് ഇന്നും ചരിത്രത്തിൽ കിടക്കുന്നുണ്ട്. ആരാണ് മക്കളെ വാതിൽപ്പടിയിൽ വന്നത്? ഉപ്പാ സാഹിബുക്കൽ അമാ സാഹിബുക്കൽ അമാ. ഇത് പറഞ്ഞ എന്റെ പുതിയ തലമുറക്കും മനസ്സിലൊന്ന് വിശ്വസിക്കാൻ കഴിയില്ല. വാപ്പാ നിങ്ങളുടെ അന്ധനായ കൂട്ടുകാരനാണ് ഉപ്പ. അന്ധനായ കൂട്ടുകാരൻ എനിക്കില്ലല്ലോ. ചെന്ന് നോക്കുമ്പോ ഖാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു. മക്കളെ, ആ ചെറുപ്പക്കാരൻ അന്ധനല്ല. 30 വർഷക്കാലം നിങ്ങളുടെ വീട്ടിൽ നിത്യസന്ദർശകനായി വരുമ്പോ തങ്ങളുടെ മുഖത്തേക്ക് കണ്ണുയർത്തിയൊന്ന് നോക്കാത്ത ചെറുപ്പക്കാരന് അന്ധനാണെന്ന് ആ പെൺകുട്ടികൾ വിചാരിച്ചു പോയിരുന്നു. 21ാം നൂറ്റാണ്ടിൽ ചിന്തിക്കാൻ കഴിയോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്? കടന്നു പോകുന്നവന്റെ വീട്ടിലെ പെണ്ണിനെ പോലെ കാമത്തിന്റെ മെത്തയിൽ കിടക്കുന്ന സീരിയലിന്റെ മോഹമായിട്ട് കഴിഞ്ഞ ഷാരി എന്ന നമ്പൂതിരി കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ 90% പൊള്ളലേറ്റ് കൊണ്ടുപോകാൻ കാരണക്കാരിയായ അവളുടെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്നു. അവളുടെ അമ്മയുടെ ബന്ധുവായിരുന്നുവെങ്കിൽ സഹോദരങ്ങള്, കാണുന്നവനെയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ലോകത്ത് 30 വർഷക്കാലം ഒരു വീട്ടിൽ പോയിട്ടൊരു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാതെ ആ പെൺകുട്ടികൾ ഇത് അന്ധനാണെന്ന് ധരിച്ചു പോയിരുന്ന അതാ വീട്ടിൽ മാത്രമല്ല മഹാനവരാ നാട്ടിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അരുതാത്ത കാഴ്ചകളൊന്നും കാണാതിരിക്കാൻ കണ്ണ് താഴേക്ക് നടത്തുമ്പോ അത് കാണുമ്പോ അങ്ങാടിയിലെ ആളുകൾ പറയുമായിരുന്നു, അത്രേ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അമാ. അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അന്ധതയിൽ നിന്ന് കാവലിനെ തേടുന്നു അല്ലാ. ആ നടന്നു പോകുന്ന മനുഷ്യനോട് അന്ധനാണെന്ന് കരുതിയിട്ട് അങ്ങാടിയിൽ ചുറ്റുവട്ടത്ത് നിന്ന ആളുകൾ ഞങ്ങളെ ഇങ്ങനെ അന്ധനാക്കല്ലേ അല്ലാ എന്ന് കാവലിനെ തേടുന്ന രീതി. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തവന്റെ കണ്ണിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പാപമാ. ഒന്നും വേണ്ട, നമ്മുടെ ഹൃദയം കറുക്കാൻ അധിക സമയം വേണ്ട. കണിയാപുരത്ത് നിന്ന് നേരെ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചാൽ മതിലുകൾ വെച്ചിരിക്കുന്ന പോസ്റ്ററുകൾ കണ്ടാൽ മതി. ഹറാമിന്റെ പേക്കൂത്ത് നടത്തുമ്പോ മക്കളും ഭാര്യയുമായിട്ട് നടക്കാൻ കഴിയാത്ത സിനിമാ നടിമാരുടെ അടിപ്പാവാടയുടെ കളർ പോലും കാണിക്കുന്ന അർദ്ധനഗ്ന പോസ്റ്ററുകൾ വ്യാപകമാകുമ്പോ ഒരു കാര്യത്തിൽ ഇതൊക്കെ കാണാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. പെട്ടെന്ന് തുറന്നാൽ ഫേസ്ബുക്ക് ഓൺ ചെയ്താൽ അശ്ലീലതയുടെ ആവർത്തന ഭാവങ്ങളെ കാണുമ്പോ ഒരു കാര്യത്തിൽ ഗൾഫ് രാഷ്ട്രത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. GCC എവിടെ പോയാലും ദേശീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ബോർഡ് കാണും, ലാ തനസ ദിക്റല്ലാ, അല്ലാഹുവിന്റെ ദിക്റിനെ മറക്കരുത്. കുറച്ചുകൂടെ പോകുമ്പോ ബോർഡ് കാണും, ഖുൽ സുബ്ഹാനല്ലാഹ്, ഖുൽ അൽഹംദുലില്ലാഹ്, ഖുൽ അസ്തഗ്ഫിറുല്ലാഹ്. അത് കണ്ടാൽ തന്നെ നമ്മൾ അറിയാതെ ഇസ്തിഗ്ഫാർ പറയുമല്ലോ. പക്ഷേ നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ അരക്കിനി പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആവാസത്തിന് അശ്ലീലതകൾ കാണുമ്പോ എന്റെ പൊന്നുമോനെ ലൈല മജ്നു പാടിയിട്ടുണ്ടല്ലോ, ലൈല മജ്നു പാടിയിട്ടുണ്ടല്ലോ. വകൈഫ തറാ ലൈല ബിഐനിൻ തറാ ബിഹാ സിവാഹാ ഫമാ തഹറത് ബിൽ മതാബിഇ. മജ്നു ലൈലയെ പ്രേമിച്ച് 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 ഞാൻ നിങ്ങളോടൊരു പ്രേമത്തിന്റെ കഥ പറയാ. ഇൻഷാ അല്ലാഹ് രസകരമായൊരു പ്രേമകഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതാകുമ്പോ പിന്നെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ. ലൈല മജ്നു ലൈലയെ ഓർത്തിട്ട് മജ്നൂൻ എന്ന കാമുകം പാടിയടാ. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ പിന്നെ എനിക്ക് ലൈലയെ ആ കണ്ണുകൊണ്ട് കാണണമെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് എന്റെ കണ്ണ് കഴുകി ശുദ്ധി
ശുദ്ധിയാക്കിയാലല്ലാതെ ഞാൻ എന്റെ ലൈലയെ വഞ്ചിച്ചല്ലോ, അവളല്ലാത്തൊരു പെണ്ണിനെ ഞാൻ നോക്കിയല്ലോ, എന്റെ ലൈലയല്ലാത്ത മറ്റൊരു പെണ്ണിനെ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയാലല്ലാതെ എനിക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് എന്റെ ലൈലയെ കാണാൻ സാധ്യമല്ലെന്ന് പാടിയ മജ്നൂ ഈ ബൈത്ത് എഴുതിയിട്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, എടാ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ മുഴുവനും കണ്ടിട്ട് ആ ഹറാമ് കണ്ട കണ്ണുകള് കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാതെ നാളെ നീ സ്വർഗത്തിൽ എങ്ങനെയാ നിന്റെ പടച്ചിറപ്പിന്റെ ലിക്കായിനെ കാണുക? ആ കണ്ണുകൊണ്ട് നിനക്ക് അല്ലാണ്ട് ലിക്കായിനെ കാണാൻ പറ്റുമോ? എന്റെ കുട്ടികളോട് ഞാൻ ഹൃദയത്തിൽ തൊട്ട് ചോദിക്കുകയാ, ഈ നെറ്റുകളും ഈ വൈസുകളും ഈ ബ്രൗസറുകളും ഒക്കെ എടുത്ത് ഓരോ അശ്ലീലങ്ങളെ കണ്ട് ആസ്വദിച്ച് സുഖിച്ച് രസിച്ചിട്ട് ആ കണ്ണുകൊണ്ട് എങ്ങനെയാ മോനെ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ കഴിയുക? അതുകൊണ്ട് ഈ തെമ്മാടിത്തരത്തിൽ നിന്നൊരു തിരിച്ചു വേണോ? ഹൃദയ ഉറപ്പിക്കണേ, കണ്ണൊക്കെ നാളെ ഞാൻ മരിക്കുമെന്ന കാര്യം ഉറപ്പാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നാളെ മരിക്കുമെന്നൊരു ഉറപ്പിച്ചാൽ അയാൾ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ചെയ്യാൻ തീരുമാനിക്കും, നല്ലത് പറയാൻ തീരുമാനിക്കുക, ഏറ്റവും നല്ല വാക്കുകൾ അവൻ പറയുക. ഏറ്റവും നല്ല വാക്ക് അവൻ പറയുക. ഏറ്റവും നല്ല വാക്യത എന്ന് പറയും. ഏറ്റവും നല്ല വാക്യത അല്ലാഹു അക്ബർ. അതറിയില്ല, ഇനിയിപ്പോ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഏറ്റവും നല്ല വാക്യത എന്നറിയാം. ഏറ്റവും നല്ല വാക്യത കുട്ടികളെ, ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. ഏറ്റവും നല്ല വാക്ക് ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഈ കാലത്ത് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് മരണത്തെ ഓർമ്മിക്കുക, രണ്ട് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. എന്ത് ചെയ്യുക? എന്ത് ചെയ്യുക? ഖുർആൻ പാരായണം ചെയ്യുക. ജീവിതത്തിൽ ഒരാൾക്ക് ചെയ്യാൻ ഹൃദയത്തിൽ മരണത്തെ ഉറപ്പിക്കുക, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ നിന്റെ ഹൃദയം സ്ഫടിക സമാനമാകും. നിന്റെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറിക്കിട്ടും. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ പരമാവധി ഖുർആൻ ഓതാൻ നിങ്ങൾ തീരുമാനിക്കുക. ഖുർആനി ഫീഹി മവാഇദു വതഫ്സീലു. പരമാവധി അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ, ഉറക്കെ പറ. അല്ലാഹു ഖുർആൻ പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ കൃത്യമായി പറയാൻ, നമ്മുടെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം. ആ കാര്യത്തിൽ നമുക്ക് വന്ന വീഴ്ച നമ്മുടെ സമൂഹത്തെ മുഴുവനും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ പരമാവധി എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയോ ആ ഒരു കാലം നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് മാറിപ്പോയി. സന്ധ്യാസമയത്ത് യാസീൻ ഓതിയിരുന്ന, വാഖിയ ഓതിയിരുന്ന, മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിയിരുന്ന ആ ഒരു സന്ധ്യകൾ നമുക്ക് മാറിപ്പോയി. എന്നിട്ട് അതിന് പകരം നമ്മൾ ആരായി മാറിയെന്നറിയുമോ? ഇന്ന് നമ്മുടെ ഭക്തിയുടെ സന്ധ്യ എന്തേ? ഞാൻ നിങ്ങളോടൊരു പരമാർത്ഥം പറഞ്ഞുതരാം, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞുതരട്ടെ. അതോർത്തിട്ട് നിങ്ങൾക്ക് എന്നോട് പരിഭവം വേണ്ട, ബാക്കി അത് പറഞ്ഞല്ലോ എന്ന് വേണ്ട. പക്ഷെ പറയുന്നത് കൃത്യമാണ്. ഏറ്റവും നല്ല മതസൗഹാർദ്ദ പ്രഭാഷകനുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. അത് പറഞ്ഞിട്ടാണ് ഞാൻ പറയാ. പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ എവിടെയാണ്? ബൈക്കില്. തങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ മക്കൾ, ആ മക്കളോട് നമുക്ക് വർത്താനം പറയാൻ സമയമില്ല. മക്കൾ ഇങ്ങോട്ടാ വർത്താനം പറയാം. മോനും ബാപ്പായും കൂടെ രാത്രി വർത്താനം പറഞ്ഞ സമയം എവിടെ? സന്ധ്യക്കിരുത്തിയിട്ട് ഖുർആൻ ഓതിച്ച സമയം എവിടെ? ആ സന്ധ്യ എവിടെ? നമ്മുടെ ആ പൗരാണികതയുടെ സന്ധ്യ നമുക്ക് മറന്നുപോയി.
കാരണം സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ സമയമാണെന്ന് ഏഷ്യാനെറ്റുകാരന് സൂര്യക്കാരനും അറിയാം. അതുകൊണ്ട് സന്ധ്യാസമയത്ത് മഗ്‌രിബിന്റെ സമയത്താണ് ഭക്തിയുടെ സീരിയലുകളെ പ്രക്ഷേപണം ചെയ്യുക. ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ ശബരിമല അയ്യപ്പൻ, ഈ സീരിയലുകൾക്ക് സമയം ഏതാ സമയം? ഗുരുവായൂരപ്പന് ശബരിമല അയ്യപ്പനോടൊക്കെ ഉള്ള ഭക്തിയുടെ സീരിയൽ ഏഷ്യാനെറ്റും സൂര്യൻ വിടുന്ന ഏത് ടൈമിലാ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? നിങ്ങളിതൊന്നും നോക്കാത്ത മുത്തക്കീങ്ങളാണ് പിന്നെ നിങ്ങൾ ഉടലോടെ സ്വർഗത്തിൽ പോണ ആളുകൾ. നിങ്ങളിതൊന്നും അറിയാത്ത ഇത്രയും വലിയ മുത്തക്കീങ്ങളായിട്ടിരുന്ന നിങ്ങളോട് ആരോടാ പറയാ? പക്ഷേ സഹോദരങ്ങളെ, മഗ്‌രിബിന്റെ സമയത്താണ് ഇത് രണ്ടും പ്രക്ഷേപണം ചെയ്യുക. ഒരു കാലത്ത് പള്ളിയിലും മസ്ജിദുൽ ഇബാദയിലും മഗ്‌രിബിന്റെ ബാങ്ക് കേട്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ആ ബാങ്ക് കേട്ടാൽ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഉണ്ടായിരുന്നു, യാസീനുമായിരുന്നു കാരണവന്മാരെ മക്കളുമെല്ലാം. ഇന്ന് ആ സമയത്ത് പള്ളിയിലെ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ ആ സമയത്ത് പെങ്ങളെ നീ TV ഓൺ ചെയ്താൽ ആ സമയത്താണ് ഏഷ്യാനെറ്റിലെ ഗുരുവായൂരപ്പന്റെ സീരിയൽ തുടങ്ങുന്നത്. അത് നീ റിമോട്ട് ഓൺ ചെയ്യുമ്പോൾ മഗ്‌രിബിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ കേൾക്കുന്നത് എന്താ? ഓം ഗുരുവായൂരപ്പ, ഓം ശബരിമല അയ്യപ്പ. മഗ്‌രിബിന്റെ സമയത്ത് വാഖിയും യാസീനും ഓതുന്ന സമയത്ത് അറിയാതെങ്കിലും നീ നിന്റെ വീട്ടിൽ ശിർക്കിന്റെ പദം പറയിപ്പിച്ചില്ല പെങ്ങളെ. പിന്നെങ്ങനെയാ നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവുക? ആ സീരിയൽ ഓൺ ചെയ്യുമ്പോ ആ വിളികളോടെ നിന്റെ മഗ്‌രിബിന്റെ സമയം തുടങ്ങുമ്പോ ബോധപൂർവമോ അല്ലാതെ ആ സമയത്ത് നിന്റെ വീട്ടിലെ ശിർക്കിന്റെ പദം നീ പറയിപ്പിച്ചവളാണ്. അതുകൊണ്ട് സഹോദരിമാര്, എത്ര വലിയ അണുകുടുംബമായാലും എവിടെയൊക്കെ എത്തി നിന്നാലും സന്ധ്യാസമയത്ത് നിങ്ങൾ ഖുർആൻ ഓതണേ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ. എത്ര വലിയ കോടീശ്വരന്മാരായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളോട്, കേരളം കണ്ട വലിയ കോടീശ്വരനാണ് ലുലുവിന്റെ MD ബഹുമാനനായ MA യൂസുഫ് അലി സാഹിബ്. എന്റെ വളരെ അടുത്ത ഒരു ഹൃദയബന്ധമുള്ള ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ റമളാനില് അദ്ദേഹത്തിന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന സമയമാണ്. 10 മിനിറ്റ് കൂടിയുണ്ട്. എല്ലാവരും വലിയ വലിയ വൻകിട ബിസിനസ്സുകാരുടെ ഇഫ്താർ മീറ്റാണ്. അതിലേക്ക് ഈ വിനീതന് ക്ഷണമുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോ കോടീശ്വരന്മാരുടെ കോടീശ്വരന്മാർ ആ സമയത്തും അദ്ദേഹം പൈതൃകം കൈവിട്ടില്ല. അവിടെ ഇമാമത്ത് നിൽക്കുന്ന ഹാഫിദിനോട് പറഞ്ഞു, എല്ലാവരും നിശബ്ദമായിരിക്കുക. സൂറത്തുർ റഹ്മാനോട് ആ ഹാഫിദ് അവിടെ ഇരുന്ന് സുന്ദരമായി സൂറത്തുർ റഹ്മാനോട് അത് തീരും അടുത്ത ആളോട് പറഞ്ഞു സൂറത്തുൽ വാഖിഅയോട്, അടുത്ത ഹാഫിദ് സൂറത്തുൽ വാഖിഅയോട്. അത് കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്നുണ്ട് മഹാനായ ലാളിത്യത്തിന്റെ പ്രതീകമായി ഈ കേരളത്തിന്റെ ജനതയെ ഞെട്ടിത്തെരിപ്പിച്ച ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ് അവരുടെ. ആലിക്കുട്ടി ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. തീർന്നപ്പോ എന്നോട് പറഞ്ഞു, ബാക്കവി നിങ്ങളും ഒന്ന് ദുആ ചെയ്യ്. ആ ദുആയിലേക്ക് കടന്നു. അബുദാബി ശൈഖ് സായിദ് മസ്ജിദിൽ മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങുന്നത് സെൽസിഡിയിലൂടെ കണ്ടു. ഈത്തപ്പഴം കാരക്കയുമായി നോമ്പ് മുറിക്കപ്പെട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ മോനെ, നമ്മുടെ വീട്ടിലല്ല നമ്മുടെ നാട്ടിലെ ചുമഴത്ത് പള്ളിയിൽ പോലും നോമ്പ് തുറക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിശബ്ദമായിരുന്നു. ഖുർആനോട് ദുആ ചെയ്തിട്ട് നമുക്കൊന്ന് നോമ്പ് തുറക്കാൻ കഴിയോ? ഒരു പള്ളിയിൽ നടക്കാത്തത് പോലും അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്നപ്പോ ഞാനിത് അദ്ദേഹം എനിക്ക് കോടികൾ തന്നത് കൊണ്ട് പറയാൻ നിങ്ങൾ കരുതണ്ട. അങ്ങനെ കരുതിയാൽ എനിക്കൊട്ടൊരു പുല്ലുമില്ല. ലോകത്ത് കണ്ട നന്മകളെ ആരുടേതാണെങ്കിലും വിളിച്ചു പറയാൻ കഴിയുണ്ടോ? ഒരു നന്മയുടെ സമവാക്യം നമുക്കുണ്ടാവണം. പൊന്നുമോനെ, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്താ ഞാൻ ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കുക, നിനക്ക് എത്ര സിനിമാ പാട്ട് കാണാതെ അറിയാം? എത്ര ആൽബം പാട്ടുകൾ നിനക്ക് കാണാതെ അറിയാം? പക്ഷേ അല്ലാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എങ്കിലും പാരായണ മര്യാദയോടുകൂടി ഒന്ന് പാരായണം ചെയ്യാൻ അറിയാവുന്നവരെന്ന് കൈവക്കാൻ പറഞ്ഞ എത്ര പേരാ കൈവക്കുക? യഥാർത്ഥത്തിൽ ഖുർആൻ നമ്മുടെ ഗ്രന്ഥമല്ലേ? നാളെ മുമ്പ് ഈ ഖുർആൻ നമുക്കെതിരെ പരാതി നൽകയില്ല. അല്ലാഹുവേ, വഖാല റസൂലു യാ റബ്ബി ഇന്നകും ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ.
നാളെ പരലോകത്ത് ഞാനും നിങ്ങൾ നിൽക്കുമ്പോ ഖുർആൻ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ സമൂഹം എന്നൊരു പഴയ ഗ്രന്ഥമായി കെട്ടുകഥയാക്കി വലിച്ചെറിഞ്ഞു അല്ലാഹുവേ എന്ന് നിന്റെ അലമാരകളിൽ നീ വെച്ചിരിക്കുന്ന ഖുർആനില് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ വെച്ച് നിനക്കെതിരെ സാക്ഷി പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിചയപ്പെടുക, ഈ ഖുർആന്റെ വഴിയിലൂടെ നടക്കുക. എന്നെ കേൾക്കാനെത്തിയവരോട് വെറുതെ സമയം കളയാനല്ല, ഒരു പ്രധാനപ്പെട്ട തുടക്കം ഇന്ന് ഇവിടെ നിന്നുണ്ടാവണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പോരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ. कभी ये बुलंदी है कूहे सफा है, कभी ये तजल्ली तारे गिरा है, कभी ये बुलंदी है कूहे सफा है, कभी ये तजल्ली तारे गिरा है. താരഹിറായി വിരിച്ചിരുന്ന ലോകത്തിന്റെ വെളിച്ചമായി കടന്നു വന്ന ജിബ്രാൾട്ടർ കടലിടുക്കുകൾ കടന്നിട്ട് സൂയസ് കനാലിന്റെ മുകളിലൂടെ ഒരു കാലഘട്ടത്തിൽ ഞണ്ടുപെറുക്കി നടന്ന യൂറോപ്യന്മാര് ലോകത്തിന്റെ ഏറ്റവും വലിയ അക്ഷരജ്ഞാന കവാടത്തിന്റെ കവാടത്തിലേക്കാണ് നയിച്ച അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുമ്പോ അവിടേക്കാണ് മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല കടന്നു വരുന്നത്. അബൂദർ റളിയല്ലാഹു തആല കടന്നു വരുന്നത് ഹബീബായ മുത്ത് കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൂട്ടുകാരനായ അബൂദർ വരുന്നുണ്ട് നബിയേ. ആശ്ചര്യാതിരോഗത്തോടെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, അബൂദറിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? അബൂദറിനെ ഇതിനു മുമ്പ് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, നബിയേ തിരുദൂതരേ, ഈ മക്കയിൽ അബൂദറിനെ അറിയുന്നതിനേക്കാൾ കൂടുതലായി ഞങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് അബൂദർ എന്ന ചെറുപ്പക്കാരൻ സുപരിചിതനാണ്. യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെ? ഓരോ ദിവസവും ആകാശത്തും മലക്കുകളുടെ ലോകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പറയുന്ന പേര് ഈ അബൂദർ എന്ന ചെറുപ്പക്കാരന്റെ പേരാ. എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ആധുനികതയുടെ അസുരഭാവങ്ങൾ മുഴുവനും അശ്ലീലങ്ങളും അനാവശ്യങ്ങളും ആവർത്തന വിരസതകളുമായി ആത്മീയ ലോകത്തിന് ആത്മവിപ്ലവത്തെ അസുരഭാവത്തോടെ മാറ്റിക്കടത്തി കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട പുതുതലമുറയോട് അല്ലാഹുവിന്റെ മലക്കുകളുടെ ലോകത്തും മക്കയിൽ ഒരു ചെറുപ്പക്കാരന്റെ പേരെപ്പോഴും പറയപ്പെടുകയാ. ആരാ അബൂദർ എന്ന് നിങ്ങൾക്കറിയോ? ആ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവട സംഘം പോകുമ്പോ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ടവന്റെ കഴുത്ത് വെട്ടിമാണ്ടി മടിശീലയിലെ പൈസ എടുത്തു കൊണ്ടുപോയി മദ്യപിച്ച ഗിഫാർ ഗോത്രത്തിന്റെ തലവനാണ് ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ മദീനയിൽ ജനിച്ചതല്ല, പിന്നെ ഒരു കാലഘട്ടത്തിൽ കൊള്ള സംഘത്തിന്റെ തലവനായി, ഗുണ്ടാ സംഘ തലവനായി ജീവിച്ച, അതിന്റെ ഇടയിൽ ആരോ മക്കയിൽ വന്ന പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോ മുത്തുനബി അന്വേഷിച്ചിട്ട് വന്നിട്ട് അവസാനം ഇസ്ലാമിലേക്ക് വന്ന പരിവർത്തനത്തിന്റെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളുടെ പേര് മക്കയിൽ മലക്കുകൾ പറയാണത്ര മലക്കുകളുടെ ലോകത്ത്. ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലിമൻ ആല ഹാദിഹി ഫളീല,
അബൂദറിന് ഈ പദവി എങ്ങനെയാ കിട്ടിയത്? ആർക്കെങ്കിലും ഈ സദസ്സിന് വന്നവർക്ക് ഈ പദവി വേണമെങ്കിൽ അവനവന്റെ പേര് ആകാശലോകത്ത് ദിവസവും മലക്കുകളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന്. മോനെ വെയിറ്റ് ഷെഡിന്റെ മുകളിലല്ല, രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുകളിലല്ല. നേതാവ് ചൂണ്ടിക്കാണിച്ചവനെ പാതിരാത്തിരി പതിയിരുന്നിട്ടവന്റെ പള്ളയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കേട്ട് കുടൽമാലയുടെ ഇടയിൽ കൊടിപതാക പൊക്കിയതിന് സമ്മാനം കിട്ടിയ രക്തസാക്ഷി മണ്ഡപത്തിന്റെ പുറകിലല്ല, അള്ളാന്റെ മലക്കുകളുടെ ലോകത്തിന്റെ പേരെഴുതപ്പെടണോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദർ ലിമനാര ഹാദിഹി ഫളീല, അബൂദറിന് ഈ പദവി കിട്ടാൻ ഏത് സൽക്കർമ്മമാണ് അബൂദർ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടി ഇതേവരെ എന്നെ കേട്ട ഓരോ ആണിനോടും പെണ്ണിനോടും ഞാൻ കൈമാറുകയാണ്. കൈമാറലല്ല അഹമ്മദ് കബീറിന് മറ്റൊന്ന് കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വകാന യുക്സിറു ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ്, വകാന യുക്സിറു ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ്. അദ്ദേഹം ജീവിതത്തിൽ ധാരാളമായി സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ആളാ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആൻ ഓതാത്തത് എന്തെന്ന് ചോദിച്ചു നിങ്ങളെ ഞാൻ പേടിപ്പിക്കുകയല്ല. നിങ്ങൾക്ക് ഏതൊരാൾക്കും ഓതാൻ കഴിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കി തരുന്ന, നിങ്ങളുടെ പാപമംഗലമായ ഹൃദയത്തെ വജ്രസമാന സ്ഫടികമാക്കി സ്ഫുടം ചെയ്ത് സ്ഫടികമാക്കി തരുന്ന ആ ഖുർആൻ നിങ്ങൾക്ക് എന്തേ പാരായണം ചെയ്തുകൂടാ? ഞാൻ പറയുന്നത് സൂറത്തുൽ ബഖറ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സൂറത്തുൽ മാഇദ ഓതുന്നതിന്റെ പ്രതിഫലമല്ല. ദിവസവും നിനക്കോരാൻ കഴിയുന്ന പെങ്ങളെ മുറ്റമടിക്കുമ്പോ, മക്കളെ സ്കൂളിൽ വിടാൻ ഡ്രസ് ഒരുക്കി കൊടുക്കുമ്പോ, മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോ നിന്റെ ചുണ്ടുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്ത് ഓതിയാൽ നിന്റെ പേര് സ്വർഗ്ഗലോകത്തും മലക്കുകളുടെ ലോകത്ത് എന്നും പറയപ്പെടുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചെയ്തൂടെ? ഞാൻ വെറുതെ മാനസിക പരിവർത്തനം ഉണ്ടാക്കാൻ ഖുർആൻ ഓതിയാ മതി എന്ന് പറയല്ല. അവൻ ഒരു കസേരയും എടുത്ത മതി, ഓതിയാ മതി എന്ന് പറയല്ല. ഇവിടെ പറഞ്ഞു തരികയല്ല. ഇത് കേൾക്കാമെന്ന് ഏതൊരു കുട്ടിക്ക് ഓതാൻ പറ്റും. ഇനി അറിയില്ലെങ്കിൽ അവന് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. ഖുർആൻ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ ആമീൻ കേട്ടിട്ടെങ്ങാനും പഠിക്കാൻ തോന്നിയാലും ഓർത്തിട്ട് അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ ഒരു അത്ഭുതമാണ്. ഖുർആനെ കുറിച്ച് പ്രസംഗിച്ചാൻ തിരുവച്ച പിന്നെ പറയാൻ പറ്റും. എല്ലാം നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എഴുതാൻ മാത്രമല്ല വായിക്കാനും എണ്ണാനും നമ്മളെ പഠിപ്പിച്ചത് ഖുർആനാണ്. എൻ്റെ കുട്ടികളോട് ഞാൻ പറയാം, ഖുർആൻ നിങ്ങൾ പഠിക്കണം. എണ്ണാൻ പഠിപ്പിച്ചത് ഖുർആനാണ്. 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ ആദ്യമായിട്ട് നമുക്ക് എണ്ണൽ സംഖ്യ പഠിപ്പിച്ചാരാ? ഇത് മരിക്കുമ്പോൾ ഓതാനുള്ള ഗ്രന്ഥം മാത്രമല്ല. സമയമില്ല. 1 2 3 4 5 6 എണ്ണാൻ പഠിപ്പിച്ചാരാ? ആരാ സമയം? അംഗൻവാടി പോയപ്പോ ടീച്ചർ അല്ലേ? അങ്ങനെയല്ലേ? അല്ലെ LKG-യിലും. അപ്പൊ ഇന്നിപ്പോ LKG UKG ഇല്ല. അന്ന് 1 മുതൽ 10 വരെ. നമ്മുടെയൊക്കെ കാലത്ത് LKG ഇല്ല, UKG ഇല്ല, +1 ഇല്ല, +2 ഇല്ല. 1 മുതൽ 10 വരെ. 10 കഴിഞ്ഞാൽ പിന്നെ PDC പരമദരിദ്രവാസി കോഴ്സ്. എണ്ണൽ സംഖ്യ പഠിപ്പിച്ചതാനാ? ടീച്ചറല്ല, ഖുർആൻ. ഖുർആൻ. നിങ്ങൾ എൻ്റെ കൂടെ തയ്യാറാണ്? ഞാൻ പഠിപ്പിച്ചു തരാം. തയ്യാറുണ്ട്? എണ്ണാൻ പറ്റുമോ? എണ്ണാവോ? എണ്ണൽ സംഖ്യ പഠിപ്പിച്ച ഖുർആനാണ്. ഇപ്പൊ ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. നിങ്ങൾ എണ്ണോ എൻ്റെ കൂടെ? അറബി അറിയാവോ? എന്നൊന്ന് എണ്ണ. അറബിയിൽ 1 മുതൽ 10 വരെ ഒന്ന് എണ്ണാര്. ഒന്നോ പടച്ചോ വരാൻ. ഇതൊന്നും അവിടെ തട്ടുകടയായിരുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പഠിക്കും.
1 മുതൽ 10 വരെ പഠിപ്പിച്ച ആരാ കുട്ടി? LKG ടീച്ചർ അല്ല. فدعوا إلى طعام واحد فأرسلنا إليهم 2 سيكونون 3 فخذ 4 من الطير سيكونون 5 الله الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا أزواج وكان في المدينة 9 رهط تلك 10 كاملة إن عدة الشهور عند الله 12 شهرا إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. ഞാനിപ്പോ ഓതിയത് 12 ആയത്താണ്, ഒരായത്തല്ല. ഖുർആനിലെ 12 ഭാഗത്തുനിന്ന് 12 ആയത്താണ് ഓതിയത്, 1 മുതൽ 12 വരെ. ഖുർആൻ പഠിക്കു കുട്ടികളെ. നിങ്ങൾ ഇത് മരിക്കുമ്പോ തലയ്ക്കുമ്പോ തോതാ മൊയ്ലിയാർക്കും മുക്രിക്കും കൈമടക്ക് കിട്ടാനുള്ള ഗ്രന്ഥമാണെന്ന് കരുതി മൊയ്ലിയാരെ മുക്രിയുടെ കൈമടക്ക് നോക്കിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മുക്രിക്കാക്കും മൊയ്ലിയാർക്കും കൈമടക്ക് കിട്ടാൻ മുസ്ലിയാരുടെ അത്ര പ്രസംഗമല്ല. ഇനി മൊയ്ലിയാർക്കും മുക്രിക്കാക്കും കൈമടക്കോത്തിട്ട് നിങ്ങൾ ആരും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടക്കണമെന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക ഇന്ന് വരെ കടക്കണമെന്ന് ആത്മഹത്യ ചെയ്ത ചരിത്രം കേട്ടിട്ടില്ല. ഉണ്ടോ? പറയും ലോകത്തിലെ വലിയ കോടീശ്വരന്മാര് കടം വന്നിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളം ആരാ? മുക്രിക്കാക്ക. മുക്രിക്കാക്കയുടെ ശമ്പളം ക്ലോസറ്റിലെ വെള്ളം ഒരേപോലെ ആ മുക്രിക്കാക്ക ഇതേവരെ കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്ത കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ അതോർത്തിട്ട് ആരും ബേജാറാവേണ്ട, അത് അല്ലാഹ് വഴിക്കൊക്കെ നടത്തിക്കോളൂ. പക്ഷേ ഇത് ഖുർആൻ എന്ന ശാസ്ത്ര ഗ്രന്ഥത്തെ പഠിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് സൂറത്തുൽ ബഖറ ഫഅർസൽനാ ഇലൈഹിം 2 സൂറത്ത് യാസീൻ 2 സയകൂനൂന 3 സൂറത്തുൽ കഹ്ഫ് ഫഖുദ് 4 മിന തൈർ 4 സൂറത്ത് ആല ഇമ്രാൻ സയകൂനൂന 5 5 സൂറത്തുൽ കഹ്ഫ് الذي خلق السماوات والأرض وما بينهما في 6 أيام 6 സൂറത്തുൽ മുഅ്മിൻ الذي خلق 7 സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ നൂഹ് 8 أزواج 8 സൂറത്തുൽ അൻആം وكان في المدينة 9 رهط 9 سورة القصص تلك 10 كاملة 10 سورة البقرة إني رأيت 11 كوكبا 11 سورة يوسف إن عدة الشهور عند الله 12 شهرا 12 سورة التوبة. 2 മണിക്കൂറിലേക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഖുർആൻ ഓതണം. ഇത് ലോകത്തിലെ പ്രപഞ്ചത്തിന്റെ ആമുഖ പുസ്തകമാണ്. ഇത് ശാസ്ത്രലോകത്തിന് വിരൽ ചൂണ്ടിക്കൊടുത്ത ഖുർആനാണ്. ഗതാഗത നിയമം, ഞാൻ മണക്കാട് നിൽക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്, ഖുർആനും ഗതാഗത നിയമം ഒരു 7 വെള്ളിയാഴ്ച പുസ്തകമുള്ളൂ. ഖുർആനും ട്രാഫിക് നിയമം. നിങ്ങൾ ഹൈവേയുടെ അടുത്ത് താമസിക്കണല്ലേ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൈക്ക്, ഒരു പൾസറിന്റെ 220 ആണെന്ന് തോന്നുന്നു, അതിന്റെ മുകളിൽ ഒരുത്തിരുന്നിട്ട് ഈ വെടിയുണ്ട വെരി ഗുഡ് പോണ പോലെ പോകണം. ഞാൻ ഒരുത്ത എൻ്റെ വണ്ടിയുമേ വന്ന് കയറി. അവ ഈ വെടി കൊണ്ട ഇരിക്കണ എന്നെ കുളത്തിന് മുകളിൽ തവള ഇരിക്കണ ഇങ്ങനെ ഇരിക്കും. ആ സൈലൻസർ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഒരു അന്തം വിട്ട സൗണ്ട്. ലോകത്താദ്യമായി സ്പീഡ് ലിമിറ്റ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഖുർആനാണ്. അറിയോ? 40 എന്ന് സൈൻ ബോർഡിൽ എഴുതിയ 40 പോകാവൂ എന്ന് ട്രാഫിക് നിയമം ആദ്യം പഠിപ്പിച്ചത് ഖുർആനാണ്. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ ശബ്ദമലിനീകരണമെന്നായി ബൈക്ക് വായിക്കരുത്.
എന്ന് 1400 വർഷം മുമ്പ് ജിബ്രീൽ ഓതി പറയുകയാണ്. ഇതൊന്നും മുഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നതല്ല. വഖ്സിദ് ഫീ മശീക, നിന്റെ ഗതാഗതത്തിൽ നീ മിതത്വം പാലിക്കണേ. ഏതാണോ സ്പീഡ്, ആ സ്പീഡിന് മുകളിലേക്ക് പോകാൻ പാടില്ല. വഗ്ളുദ് മിൻ സൗതിക, ഗതാഗതത്തിൽ അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അന്തരീക്ഷം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങൾ പാടില്ലെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്തിനേറെ നിനക്കൊരു വാഹനമുണ്ട്, ആ വാഹനം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് വാഹനം ഓടിക്കരുത്. വാഹനം കൃത്യമായി കഴുകി വൃത്തിയാക്കിയിട്ട് ഓടിക്കണേന്ന് ലോകത്ത് പറഞ്ഞ ഒരേ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഗ്രന്ഥമാണ്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീനാ, കുതിരയെയും ഒട്ടകത്തെയും നിങ്ങൾക്ക് ഞാൻ തന്നത് ലിതർകബൂഹാ, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും, വസീനത്തിന് നിങ്ങൾക്ക് അലങ്കാരമായിട്ടാണ്. അതുകൊണ്ട് അലങ്കാര വസ്തു പൊടി പിടിക്കാൻ പാടില്ല. പാടുണ്ടോ എന്ന് ലോകത്തോട് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ ഒരാൾ ഹാഫിളായാൽ അതിൻ്റെ അകത്ത് അവൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി എന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക. അതിൽ ഏറ്റവും ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഉറക്കം അതറിയാവുന്നവരൊക്കെ ഒരു പ്രതിഫലവും കൂടെ ഞാൻ പറഞ്ഞു അതിനെ അവസാനിപ്പിക്കുക. 1, ഖുർആൻ ഓതിയാൽ നിന്റെ ഹൃദയം നന്നാവും. 2, നിന്റെ പേര് അള്ളാഹുവിന്റെ മലക്കുകളുടെ ലോകത്ത് ജീവിതകാലത്ത് പറയാൻ കഴിയും. 2-ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ് പതിവായി പാരായണം ചെയ്താൽ നിന്റെ മയ്യത്ത് നമസ്കാരത്തിന് 70,000 മലക്കുകൾ സാക്ഷികളാവും. ആണോ? നിന്റെ മയ്യത്ത് നിസ്കാരത്തിന്, നിന്റെ കണിയാപുരത്തിന്നു മുതൽ ഇത് സ്ഥിരമായി ഓതുന്ന ആണിന്റെ പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നാട്ടുകാര് മാത്രമല്ല 70,000. 70,000. എന്താ മനുഷ്യന്മാരെ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വേണോന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുക. ഇതിനൊന്നും നിങ്ങൾ 1 കോടി രൂപയൊന്നും കൊടുക്കണ്ട, കോടികളുടെ ഷെയറൊന്നും എടുക്കണ്ട, കോടികളുടെ പള്ളിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇൻഷാ അല്ലാഹ് തയ്യാറാണോ? ഞാൻ അതാ പറഞ്ഞ, വന്നിട്ട് വെറുതെ പോവണ്ട. പോകുമ്പോ വലിയ ദുആയൊക്കെ പറഞ്ഞ ചെയ്യാനും പഠിക്കാനും ഒക്കെ വലിയ പാട്. ഇതിപ്പോ അറിയാത്ത ആരാ ഉള്ളത്? ഖുൽ ഹുവല്ലാഹു, അത് അറിയാത്ത ആരാ ഉള്ളത്? ഇനി അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഖുൽ ഹുവല്ലാഹു ഇത് പഠിക്കാനല്ല പോണോ, നേരെ പൊന്നാനി പോണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മുസ്ലിമിന് ഓതാൻ ഇതിനകത്ത് അറിയില്ലെങ്കിൽ അവൻ പിന്നെ ഇനി ഖുൽ ഹുവല്ലാഹു ഇത് പഠിക്കാനല്ല പോണോ, പിന്നെ അവൻ നേരെ പൊന്നാനിയിലാണ് പോണത്. അതറിയാത്ത ഒരാൾ പിന്നെ മുസ്ലിം ആവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവനവൻ മരിച്ചു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ വെറുതെയല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോ